യേശുവിനിപ്പോൾ സിനഗോഗിൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാര്യം അവനെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു, അവനവിടെ കയറ്റാതെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. യേശു തളർന്നില്ല. യേശു ഓൾട്ടർനേറ്റീവ് വേ കണ്ടെത്തി. യേശു കടൽ തീരത്തേക്ക് പോയി. ഇപ്പോൾ ഒരു കൺവെൻഷൻ നടക്കുന്ന പോലെയാണ്. നേരത്തെ സിനഗോഗിലാണ്, അവിടെ സിനഗോഗിൻ്റെ പരിധിക്കുള്ളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കടൽ തീരമാണ്. എന്ന് വെച്ചാൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. ഒരു കൺവെൻഷൻ നടക്കുന്ന പോലെ ആളുകൾ തടിച്ചുകൂടി, ജനസാഗരമാണ് അവിടെ. അവിടെ നിന്ന് യേശു ഒരു വള്ളത്തിൽ നിന്ന് സംസാരിച്ചു തുടങ്ങി. സിനഗോഗിൽ പുൾപ്പിറ്റുണ്ടായിരുന്നു, സംസാരിക്കാൻ ഇടമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പുൾപ്പിറ്റ് ഒരു വള്ളമാണ്. ഇവിടെ ദേവാലയം അവൻ്റെ മുമ്പിലെ കടൽ തീരമാണ്. അങ്ങനെ അവൻ്റെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടേയിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് വേ ക്രിസ്തു കണ്ടെത്തിയത്. എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളിൽ നമ്മളും പടിയിറങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ണുനീർ വാർക്കേണ്ട സമയങ്ങളുണ്ടാവും. എല്ലാം തകർന്നു പോയി നമ്മൾ ചിന്തിക്കുന്നൊരു സമയമുണ്ടാവും. എവിടെ പടിയിറങ്ങുന്നോ അവിടെ നിന്ന് പുതിയ സാധ്യത കണ്ടെത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത്. ക്രിസ്തു ഒരിടത്ത് പടിയിറങ്ങിയപ്പോൾ അവൻ പുതിയ സാധ്യത കണ്ടെത്തി, പുതിയ ആലോചനകൾ നടത്തി, അവൻ പുതിയ പോസിബിലിറ്റി കണ്ടെത്തി. എന്താണോ അവന് പ്രതിബന്ധമായിരുന്നത് അതവൻ പോസിബിലിറ്റിയേക്ക് മാറ്റി. അതാണ് നമുക്ക് ഓരോരുത്തർക്കുള്ള പാഠം. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തിക്കളയുന്ന, ജീവിതാനുഭവങ്ങൾ കെടുത്തിക്കളയുന്ന, ജീവിതത്തിൻ്റെ ചടുലത നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ വിഷമിക്കരുത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അതിൽ നിന്ന് പറന്നുയരണം. കാര്യം ക്രിസ്തു അവനായിരിക്കുന്നിടത്ത് ദേവാലയമാക്കിയും അവനായിരിക്കുന്നിടത്ത് ബലിപീഠമാക്കിയവനുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്നിടത്ത് പോസിബിലിറ്റീസ് കണ്ടെത്തണം. കുറച്ചും കൂടി കാര്യങ്ങൾ മനോഹരമായെന്ന് തോന്നുന്നു. ഇപ്പോൾ സിനഗോഗിനേക്കാളും അധികം മനുഷ്യരിവിടെയുണ്ട്. അതിനേക്കാളും അധികം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. തടസ്സപ്പെടുത്താൻ ആരുമില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് മനോഹരമാണെങ്കിൽ അവിടെ അനേകം അത്ഭുതങ്ങൾ നടക്കും. അനേകർ നിങ്ങൾക്ക് വേണ്ടി ചേക്കേറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.